السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് ഈ വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കടത്തിയിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൻ്റെ ഹൃദയഭാഗമാകുന്ന അവസാന പത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുന്ന, അതിൻ്റെ മഹത്വം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എത്ര വേഗത്തിലാണ് കടന്നുപോയത് അല്ലേ? ഒരുപാട് ചൂടും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സഹിച്ചു, നമ്മൾ ക്ഷമിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ ചെയ്ത ഒരുപാട് നന്മകളുണ്ട്. എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ, വളരെ ഗൗരവത്തോടു കൂടി ഇബാദത്തിൽ മുഴുകാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുവാനും, ഈ റമദാനിൻ്റെ അവസാന പത്തിലെ മുഴുവൻ മഹത്വങ്ങളും നേടിയെടുക്കാനും, റമദാൻ നമുക്ക് അനുകൂലമായി കിട്ടാനുമുള്ള ചില ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ അടങ്ങുന്ന ദിക്റിൻ്റെ മജ്ലിസിലാണ്, സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് സഹോദരന്മാരും സഹോദരങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആക്കളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സമയം കളയാനില്ല, നമുക്ക് നേരെ ഇൻഷാ അല്ലാഹ് ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. പവിത്രതകളേറെ നിറഞ്ഞ റമദാൻ, ഈ റമദാനിൻ്റെ മൂന്നാമത്തെ പത്ത്, ഈ മൂന്നാമത്തെ പത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട രണ്ട് ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني
أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പം മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني.
അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പരിശുദ്ധ റമളാനിന്റെ 1 മുതൽ 30 വരെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ. ഇപ്പോൾ 3-ാമത്തെ പത്തിൽ പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള 2 ദുആകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ദുആ നമ്മൾ റമളാനിൻ്റെ ഏത് സമയത്തും പറയണം. ഏത് സമയത്തും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഈ ദുആ കഴിഞ്ഞിട്ട് 3 വട്ടം വീതം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 10ന്റെ ഈ പുണ്യമായ രാവുകളിലും പകലുകളിലും ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ 2 ദുആകൾ നമ്മൾ പറയാൻ മറന്നു പോകരുത്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ പള്ളിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അതൊരു ആദത്തായി പതിവായി പറയുന്നത് കൊണ്ട് പുരുഷന്മാർ പറയും, പലപ്പോഴും ഉമ്മമാരത് മറന്നു പോവാറുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ദുആ മനസാന്നിധ്യത്തോടു കൂടി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പറയണം. അതോടൊപ്പം തന്നെ റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആയി നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. റമളാനിൽ നമ്മൾ അധികമായി, പ്രത്യേകിച്ച് റമളാനിന്റെ ഈ അവസാനത്തെ 10ലേക്ക് അധികമായി നമ്മൾ പറയേണ്ടത് സ്വർഗ്ഗപ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് നമ്മൾ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. ഏതാണത്? ഒരാൾ സ്വർഗത്തെ ചോദിക്കുന്നു ഒരു ദിവസം 3 വട്ടം.
ഒരു ദിവസം 3 വട്ടം സ്വർഗത്തെ ചോദിക്കുന്നു, അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ എന്നൊരാൾ ചോദിച്ചാൽ സ്വർഗം തന്നെ പറയുമെന്നാണ്, അള്ളാഹുവേ ആ പാവപ്പെട്ട സാധു എന്നെ ചോദിക്കുന്നുണ്ട്, അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പറ്റി സ്വർഗം അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെയാ സ്വർഗത്തെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ ഞാൻ ഇതാ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ ചോദിക്കുകയാണ്. ആ അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോ, അല്ലാഹുവേ റിസുഖ്നി, നീ എനിക്ക് ഓശാരമായി തരണം. എന്ത് തരണം? അഅ്ലാ ദറജത്തുൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ പദവി തരണം. സ്വർഗത്തിൽ ഒരുപാട് പദവിയുണ്ട്. സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, ജന്നത്തുൻ നഈം ഉണ്ട്, അങ്ങനെ ഒരുപാട് ദറജകളുണ്ട്, പദവികളുണ്ട്. അപ്പോൾ ആ ദറജകൾ, പദവികൾ ചോദിച്ചിട്ടുള്ള ദുആയാണ് നമ്മൾ ഇനി പറയുന്നത്. അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, 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 അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന. ഒരു ദിവസം ഒരു മനുഷ്യൻ നരകമോചനം ചോദിക്കുന്നു. എത്ര പ്രാവശ്യം? 3 വട്ടം. എങ്കിൽ നരകം പറയുമെന്നാണ്, അല്ലാഹുവേ അയാൾ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ എന്നിലേക്ക് കടത്തല്ലേ എന്ന് നരകം പറയുമെന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയും സ്വർഗത്തിൽ കടത്തണേന്ന്, നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ നരകം പറയും അല്ലാഹുവേ എന്നിലേക്ക് അവനെ നീ കടത്തരുതെന്ന്. അപ്പൊ നരകമോചനം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ
أجرني من النار اللهم 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 أجرني من النار വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്താൻ തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. തൗബ അധികരിപ്പിക്കേണ്ട സമയമാണ്. ചെയ്തു പോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, റമദാനിലും പലരും പല അബദ്ധങ്ങളും ചെയ്തു പോയവരാണ്. അള്ളാഹുവേ എല്ലാം പുറത്തു തരണേ അല്ലാ, എല്ലാം നീ മാപ്പാക്കണേ അല്ലാ എന്ന് നമുക്ക് തൗബ ചൊല്ലി ഈ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ തൗബയുടെ വചനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ദുആകളുണ്ട്. അതിൽ ഒന്നാമതായി മഹത്തുക്കൾ പറയുന്നത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഏതാണത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കേവലം അതൊരു ദുആയല്ല, അത് തൗബയാണ്, പ്രവാചകരുടെ തൗബയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളും ആ ഒരു തൗബയുടെ വചനം ഏറ്റുപറയണം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇബാദത്തുകളുടെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം
പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ റമളാനിന്റെ അവസാനത്തെ രാവുകളുടെ പകലുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പാപമുക്തമായ ഒരു ജീവിതം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റമളാൻ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ, പ്രതികൂലമായ സാക്ഷിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമളാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ റബ്ബേ നിന്നോടടുക്കാനും ഞങ്ങൾക്ക് ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ചു കിട്ടാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട പുണ്യമായ കാര്യങ്ങൾ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, സ്വലാത്തുകൾ പറയുന്നു, നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശരീരം തളർത്തി കളയല്ലേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്, നല്ല മരണം തരണേ അല്ലാ. റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, മോശപ്പെട്ട മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ഉമ്മമാരാണ്, ഉപ്പമാരാണ് ഒരുപാട് സമയമെടുത്ത് അവരുടെ മനസ്സിന്റെ മുറാദുകൾ എഴുതുകയാണ് റബ്ബേ, പറയുകയാണ് അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ കമന്റായിട്ടും അതല്ലാതെ നേരിട്ടും ഒക്കെ കണ്ടു പറയുന്നുണ്ടോ റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വേദനകളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലവാത്തുകൾ അർഹമായ പ്രതിഫലം എന്താണോ അത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇനിയുള്ള ഈ പുണ്യമായ റമളാനിന്റെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം തരണേ അല്ലാ. അതിന്റെ മഹത്വം നേടിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ, ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ് അല്ലാഹുവേ. ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.